ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പപ്പടത്തോരൻ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിരിക്കും. അപ്പോൾ പപ്പടത്തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പപ്പടം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി പപ്പടം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തോരൻ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് കുറേശ്ശെ പപ്പടം ഇട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ഈ പപ്പടങ്ങൾ പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പപ്പടം ഇതുപോലെ പൊള്ളി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇപ്പം മുഴുവൻ പപ്പടവും ഇവിടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 12 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഉള്ളി നല്ലപോലെ മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി തേങ്ങ നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചാൽ കുഴപ്പമില്ല, പെട്ടെന്ന് തേങ്ങ മൊരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പപ്പടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവും. അപ്പോൾ തേങ്ങ ഏകദേശം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് പപ്പടം കുറച്ചൊക്കെ പൊടിഞ്ഞു പോകും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നന്നായിട്ട് ആ തേങ്ങയുടെ കൂട്ട് പപ്പടത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ പപ്പടം നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൂട്ടൊക്കെ പപ്പടത്തിൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.